Lift up our hands and praise the Lord. ഒന്നൂടെ. One more time. ഒന്നൂടെ. One more time. കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. The Lord is in our midst. കർത്താവ് നമ്മുടെ മധ്യത്തിലുള്ളത് കൊണ്ട് നിശ്ചയമായും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. Because the Lord is in our midst, He will surely bless us. എനിക്ക് നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിവില്ലെങ്കിലും കർത്താവിനെ സൗഖ്യമാക്കുവാൻ കഴിവുണ്ട്. I cannot heal you, but the Lord can. എനിക്ക് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ കഴിവില്ലെങ്കിലും കർത്താവിനെ അനുഗ്രഹിക്കുവാൻ കഴിവുണ്ട്. I don't have the ability to bless you, but the Lord can. ഞങ്ങൾക്ക് ഇവിടെ വിടുവിക്കുവാൻ കഴിവില്ലെങ്കിലും കർത്താവ് വിടുവിക്കുവാൻ ഇവിടെ നമ്മുടെ മധ്യത്തിൽ വന്നു. We have no power of deliverance in ourselves, but the Lord does. എത്ര പേര് വിശ്വസിക്കുന്നു ഇന്ന് കർത്താവിനെ അനുഗ്രഹിക്കുമെന്ന്? Praise the Lord if you believe that. എത്ര പേര് വിശ്വസിക്കുന്നു ഇന്ന് എന്നെ കർത്താവ് സൗഖ്യമാക്കുമെന്ന്? How many believe that the Lord will heal you? വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ ആരാധിക്കുക. If you do, clap your hands and praise the Lord. Hallelujah. Hallelujah. Amen. ആരാധനയ്ക്ക് യോഗ്യൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. The Lord alone is worthy of worship. സ്തുതിക്ക് യോഗ്യൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. He is worthy of all praise. മഹത്വത്തിന് യോഗ്യൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. He is worthy of all glory. ആരാധനയ്ക്ക് യോഗ്യൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. He is worthy of all praise. നമുക്ക് വേണ്ടി കർത്താവ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. The Lord came down for us on this earth. പാപികളായ നമുക്ക് വേണ്ടി കർത്താവ് ക്രൂശിൽ മരിച്ചു. He died on the cross for us. We were sinners. യേശു ക്രൂശിൽ മരിച്ചതുകൊണ്ട് because he died, നമുക്ക് പാപമോചനം ലഭിച്ചു. We were cleansed. യേശു ക്രൂശിൽ മരിച്ചതുകൊണ്ട് because he died, നമുക്ക് ശാപമോചനം ലഭിച്ചു. All our curses were removed. യേശു ക്രൂശിൽ മരിച്ചതുകൊണ്ട് because he died on the cross, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യമുണ്ടായി. യേശു ക്രൂശിൽ മരിച്ചതുകൊണ്ട് because he died on the cross, സ്വർഗ്ഗ കവാടം നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടു. യേശു ക്രൂശിൽ മരിച്ചതുകൊണ്ട് നാം ദൈവമക്കളായി തീർന്നു. കരമുയർത്തി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒന്നൂടെ. One more time. ഒന്നൂടെ. One more time. Amen. Hallelujah. Praise God. കർത്താവിന്റെ വിലയേറിയ ദാസന്മാർക്ക് ഹൃദയംഗമായ നന്ദി. I thank all the servants of the Lord here tonight. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മാതാപിതാക്കൾക്ക്, സഹോദരി സഹോദരന്മാർക്ക് യേശുവിന്റെ നാമത്തിൽ വന്ദനം. Brothers and sisters, we greet all of you in the name of our Lord and Savior Jesus Christ. ദൈവത്തിന്റെ വചനം സംസാരിക്കുവാൻ ദൈവം എനിക്ക് നൽകിയ ഈ അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. And I thank God for this opportunity to share the gospel with you all tonight. ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർക്കും സഭാ വിശ്വാസികൾക്കും നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി. And so brothers and sisters, all of you brothers and sisters of this church, the leadership of this church, I thank you for this time to speak before you. കർത്താവിൻ്റെ വിലയേറിയ ദാസന്റെ ഉപവാസത്തിന് 39ാമത്തെ ദിവസമാണ്. പലരും ഇവിടെ ഉപവസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവം ഒരു വലിയ പ്രവർത്തനം ചെയ്യുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. I have heard that this is the 39th day of the 40-day fasting time of the servant of God in this church, and I know many are fasting and praying with him. Therefore I believe that God is going to do something incredible right now or in this coming day. എവിടെല്ലാം പ്രാർത്ഥനയുണ്ടോ, wherever prayer arises, എവിടെല്ലാം ഉപവാസമുണ്ടോ, wherever people join together and fast, അവിടെല്ലാം ദൈവപ്രവർത്തനമുണ്ട്. God will work. Amen. Hallelujah. നല്ല ഒരു ട്രാൻസ്ലേറ്റർ ദൈവം നൽകി. Amen. That's good. Come on. God has given a good interpreter. Amen. 15 വർഷങ്ങൾക്ക് മുൻപ് വളരെ പയ്യനായിരുന്നു. അന്ന് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ടൊറന്റോയിൽ. 15 years ago we were together in Toronto, Canada, and he translated for me. വർഷങ്ങൾ എത്രയോ കടന്നുപോയി. Man, how many years have passed by? കുറെ വയറൊക്കെ ആയി, കുറെ വണ്ണമൊക്കെ ആയി. A little bigger. It's a little grayer. ഇവർ രണ്ടുപേരും കൂടെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അത് കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ നിങ്ങൾക്ക്? Aren't you happy seeing the stage? Who's on the stage? Amen. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാനൊരു പാവപ്പെട്ട ഹൈന്ദവ ഭവനത്തിലാണ് ജനിച്ചു വളർന്നത്. I came from a very poor Hindu family. കർത്താവിനെ അത്ഭുതകരമായി രക്ഷിച്ചു. The Lord remarkably, miraculously saved me. കഴിഞ്ഞ 36 വർഷമായി യേശുവിന്റെ സാക്ഷ്യം വഹിക്കാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് നൽകി. The last 36 years God has given me the privilege to be his witness. Amen. Hallelujah. എൻ്റെ യൗവനത്തിന്റെ 36 വർഷങ്ങൾ യേശുവിന്റെ സാക്ഷ്യം വഹിക്കാനിടയായത് ഓർക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. I thank God that in the younger years of my life, these 36 years, God has given me the privilege to serve him and to be his witness. Amen. Hallelujah. Thank you, Jesus. എൻ്റെ ജീവിതത്തിന്റെ സന്തോഷവേളകളിലും എൻ്റെ ജീവിതത്തിന്റെ ദുഃഖവേളകളിലും യേശുവിനെ സാക്ഷിപ്പാൻ ദൈവം എനിക്ക് അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. In the happy times of my life as well as the sorrowful times of my life, the Lord has helped me to be his witness. എൻ്റെ താഴ്ചയിലും എൻ്റെ ഉയർച്ചയിലും
കർത്താവിനെ സാക്ഷിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. In times of humiliation and times of promotion, God has given me the privilege to be His witness. എൻ്റെ ഇല്ലായ്മയിലും എൻ്റെ സമൃദ്ധിയിലും യേശുവിനെ സാക്ഷിപ്പാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. In times of emptiness and times of greatness, God has given me the privilege to be His witness. എൻ്റെ അപമാനത്തിൻ്റെയും മാന്യതയുടെയും കാലങ്ങളിലും യേശുവിനെ സാക്ഷിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം. Whether it was a time of shame or a time of honor, God has given me His grace to be His witness. Amen. Hallelujah. പോലും യേശുവിനെ സ്വീകരിച്ചത് അബദ്ധമായി തോന്നിയിട്ടില്ല. I never had a regret for accepting Jesus Christ as my Savior. ഒരിക്കൽ പോലും കർത്താവിന്റെ വേല തിരഞ്ഞെടുത്ത് ഭോഷത്വമായി I തോന്നിയിട്ടില്ല. never thought it was a foolish decision to serve the Lord and to be His servant. എൻ്റെ സ്വപ്നത്തിൽ പോലും ഈ വേല ഉപേക്ഷിച്ചു പോകുവാൻ തോന്നിയിട്ടില്ല. In my wildest dreams, I never thought about going and doing something else. Hallelujah. Amen. ക്രിസ്ത്യ വിശ്വാസത്തിൽ എനിക്ക് നിരാശയുണ്ടായിട്ടില്ല. I've never been ashamed or depressed in my Christian witness. കാരണം യേശു എന്നെ ഇതുവരെ അപമാനിച്ചിട്ടില്ല. Because Jesus has never made me ashamed. കാരണം യേശു ഇതുവരെയും എന്നെ വേദനിപ്പിച്ചിട്ടില്ല. Jesus has never hurt me yet. യേശു ഇതുവരെയും എന്നെ ഉപേക്ഷിച്ചിട്ടില്ല. Jesus has never forsaken me yet. എന്നോടുള്ള സ്നേഹം യേശുവിന് ഇതുവരെയും കുറഞ്ഞിട്ടില്ല. His love to me has never diminished. 36 വർഷം മുൻപ് ഞാൻ കണ്ടെത്തിയ യേശുവിന്റെ സ്നേഹം ഇന്നും എന്നോടുണ്ട്. The love of Jesus Christ that touched me 36 years ago is stronger in me today than ever. കരുണ ഇന്നും എന്നോടുണ്ട്. That mercy is still upon ആ me. കൃപ ഇന്നും എന്നോടുണ്ട്. That grace is still ആ upon me. സഹായം ഇന്നും എന്നോടുണ്ട്. That help is still with me. അത് നാളെയും It ഉണ്ടായിരിക്കും. will be with me അത് tomorrow. നാളെ കഴിഞ്ഞും ഉണ്ടായിരിക്കും. Day after tomorrow. എന്തുകൊണ്ടെന്നാൽ എന്റെ കർത്താവ് ഇന്നലെയും ഇന്നും നാളെയും എന്നും യഥാവാനാണ്. Why is it? Because the Bible says Jesus Christ my Savior is the same yesterday, today and forever. Amen, amen, amen. Hallelujah. എന്റെ ക്രിസ്ത്യ ജീവിതത്തിന്റെ വിജയവും അതാണ്. That is the victory of my Christian witness. ഞാൻ ഏതെങ്കിലും മനുഷ്യരെ നോക്കി ഇറങ്ങിയിരുന്നെങ്കിൽ എന്നേ ഞാൻ പഴയ ഗോപാലകൃഷ്ണനായി പോകുമായിരുന്നു. If I had come out seeing or hearing just a mere man, I could have gone back to my own Hindu tradition long time ago. യേശുവിൽ നോക്കുന്ന ഒരുവനും ഒരിക്കലും മടങ്ങി പോകേണ്ടി വരികയില്ല. If you keep your eyes on the Lord Jesus, you will never turn back. Amen. Hallelujah. Praise God. രാത്രിയിലെ നമ്മുടെ ചിന്തയ്ക്കായി വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. For today's meditation, I want you to turn me to the book of Revelation. 1-ാം അധ്യായം Chapter 1, 9-ാം വാക്യം. verse 9. നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. I, John, your brother and fellow partaker in the tribulation and kingdom and perseverance which are in Jesus, was on the island called Patmos because of the word of God and the testimony of Jesus. 10-ാം വാക്യം. Verse 10 now. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. In the Lord's day, I was in the Spirit. 11-ാം വാക്യം. Verse 11. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതുക എന്ന് പറഞ്ഞു. I heard a voice saying, write in a book what you see. Praise the Lord. Amen. Praise the Lord. Praise the Lord. ഇന്ന് രാത്രിയിൽ എഴുതുവാൻ എന്തെങ്കിലും കർത്താവ് നൽകട്ടെ. Tonight, may the Lord give us something to write. Amen. യോഹന്നാൻ യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്നു. John, the Revelator, was a disciple of Jesus. സ്നാപക യോഹന്നാന്റെ ശിഷ്യനായിരുന്നു അദ്ദേഹം ആദ്യം. Before that, he was a disciple of John the Baptist. എന്നാൽ തൻ്റെ ഗുരുവിൻ്റെ പ്രസംഗം കേട്ട് യേശുവിൻ്റെ പുറകെ ഇറങ്ങി. But hearing the instruction of his first master, he decided to follow Jesus. Amen. താൻ ഒരു അപ്പോസ്തലനായി മാറി. He became an apostle. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച യോഹന്നാൻ ശക്തമേറിയ ശുശ്രൂഷകൾ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം ചെയ്തുകൊണ്ടിരുന്നു. John, after receiving the baptism of the Holy Spirit on the day of Pentecost, he began to do great ministry for the Lord Jesus after the Lord ascended to heaven. ഇന്നത്തെ ടർക്കിയിലെ എഫെസോസിലെ ഒരു പാസ്റ്ററായിരുന്നു അദ്ദേഹം. In today's nation called Turkey, in Asia Minor, John was a pastor of the churches in that nation today. That nation is now back in his time. അന്ന് റോം